മന്ത്രി സജി ചെറിയാൻ ഇതാദ്യമായല്ല വിവാദ പരാമർശങ്ങൾ നടത്തുന്നു. ആളെ നാണം കെടുത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഇത് ഈ തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയനുണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ചെങ്ങന്നൂരിൽ നിന്നും വിജയിച്ച സജി ചെറിയാൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യണം. അദ്ദേഹം ഇതിനായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെക്കനെന്ത് പറ്റി? വെറുതെ തല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇതിന്റെ വരവ്. സജി ചെറിയാനായി ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് എന്തോ എങ്ങനെ എന്ത് പ്രഹസനമാണ് സജി. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കൊള്ളക്കാരാണെങ്കിലും നമുക്ക് നല്ല ആത്മധൈര്യം വേണം. അണ്ടർസ്റ്റാൻഡ്? ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം അദ്ദേഹം ഉദ്ദേശിക്കാത്ത തരത്തിൽ സംഭവിച്ചാൽ പോലും അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനും മാധ്യമങ്ങൾക്ക് കഴിയണം. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഞാൻ ഇതിനെപ്പറ്റി നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് ശരിയാണോ? അല്ല പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? സാറിന് അറിയാലോ ഞാൻ ഒരു നേരം പോക്കാരനാണെന്ന്. പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു നേരം പോക്ക് പറഞ്ഞു. സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നു. ടെലിവിഷനിൽ പോയി നിന്ന് നമ്മളൊക്കെ ചീത്ത വിളിക്കുന്നതൊക്കെ നല്ല ചില്ലറ കിട്ടിയിട്ടാ. ഇതിനു മുമ്പ് നമ്മളാരും വിളിച്ചില്ലല്ലോ. ഒരാഴ്ച ഞാൻ ഉറങ്ങിട്ട്. അല്ല, ഉറങ്ങാൻ അവന്മാര് സമ്മതിക്കണ്ടേ ചെകുത്താന്മാര്? ഞാൻ പെട്ട പാട്. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും നേരെ ശക്തമായ ആക്രമണം ഭരണകക്ഷികളിൽ നിന്നാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. എങ്ങനെ ഇരിക്കണം? അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോവാം. പക്ഷെ അതിന് സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ.